വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കേരളത്തിൽ ബി ജെ പി ജയിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ഒരു 30 മണ്ഡലങ്ങൾ ചിലപ്പോൾ കൂടാം. ഇതിലെ ഒരു പരമ്പരയാണ്, ആ മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന ഒരു പരമ്പരയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ 5 മണ്ഡലങ്ങൾ നമ്മൾ ഓൾറെഡി പരിശോധിച്ച് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പത്തനംതിട്ടയും കൊല്ലവും, ഇവിടെ ഏതൊക്കെയാണ് സ്ട്രോങ് ഹോൾഡ് മണ്ഡലങ്ങൾ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഈ കൊല്ലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലോട്ട് കിടക്കാം. കൊല്ലത്തിലോട്ട് വരുമ്പോൾ ഈ ചാത്തന്നൂര് ആദ്യം ശ്രദ്ധിക്കാത്ത ഒരു മണ്ഡലമാണ്. ബി ജെ പിയുടെ ലിസ്റ്റിലൊന്നും ചാത്തന്നൂരൊന്നും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ ചാത്തന്നൂര് 2011 ബി ജെ പിയുടെ അവിടുത്തെ വോട്ടെന്ന് പറയുന്നത് 3839 2010 മൂന്നാം സ്ഥാനത്തായിരുന്നു. INC-യുടെ ബിന്ദു കൃഷ്ണയാണ് അവിടെ നിന്നില്ല. നമുക്കറിയാം കൊല്ലംകാരിയാണ് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നത്. ബിന്ദു കൃഷ്ണയ്ക്ക് ഒന്നെങ്കിൽ കൊല്ലം വേണം, അല്ലെങ്കിൽ കൊല്ലത്ത് എവിടെയെങ്കിലും വേണം. 2011, അതിനുശേഷം 2011 ശേഷം അവിടെ 2016 ആയപ്പോഴേക്കും നരേന്ദ്രമോദി സർക്കാർ വന്നു. അപ്പോ അവിടെ ബി ഗോപകുമാറാണ് നിന്നത്. 2ാം സ്ഥാനത്തെത്തി ബി ജെ പി. അവിടെ 33,199 വോട്ട്, 21% വോട്ട് വർധനവാണ് അവിടെ ഉണ്ടായത്. ബി ഗോപകുമാർ അവിടെ നിന്ന് CPI ആണ് ഇപ്പോഴും അവിടെ ജയിച്ചിരിക്കുന്നത്. ഇനി 2021 വന്നാൽ അവിടെ അത്ഭുതമാണ്, വീണ്ടും വോട്ട് കൂടി. അപ്പോഴും 2ാം സ്ഥാനത്താണ്. 42,090 വോട്ട്. ഒരു 10,000 വോട്ട് കൂടെ കിട്ടിയാൽ ചാത്തന്നൂർ ബി ജെ പി ജയിക്കുന്ന സിറ്റുവേഷൻ ആണ്. എന്ത് തോന്നുന്നു? ചാത്തന്നൂർ അവിടെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ധനുഷ് പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ സൈബർ സംഖ്യകള് ഒരിക്കലും ശ്രദ്ധിക്കാതെയോ ഇല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാത്തൊരു നേതാവാണ് ബി ഗോപകുമാർ. അദ്ദേഹം അവിടെ SNDP താലൂക്ക് യൂണിയന്റെ നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് വലിയ മതിപ്പുള്ള ഒരു നേതാവും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് അത് വളർന്നു വരുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആൾക്കാർക്ക് അത് വലിയ പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് തോന്നി. ചാത്തന്നൂർ എന്ന് പറയുന്നത് ഇതായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ചാത്തന്നൂർ ഈ പ്രാവശ്യം കൊല്ലത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ BJPക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമായിരിക്കും. കാരണം BJP ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അണികള് ആ പഴയതിനെ പോലെ തന്നെ ഒന്ന് വളരെ എഫക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ചാത്തന്നൂർ ഇനി പോരും. യാതൊരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ചാത്തന്നൂർ 2 തവണ ഈ ഗോപകുമാർ 2ാം സ്ഥാനത്ത് എത്തിയെന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ അതിൽ കൊല്ലത്തെ 1ാം നമ്പർ ഇതിലേക്ക് എത്തുന്ന ഒരു മണ്ഡലം ചാത്തന്നൂരാണ്. ജയിക്കുന്നതിന്റെ തൊട്ടടുത്ത് എത്തുകയോ ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. ഈ കൊട്ടാരക്കരയിലോട്ട് ഇനി വരികയാണെങ്കിലുണ്ടല്ലോ, കൊട്ടാരക്കര വളരെ എന്താ പറയാ, ഒരുപാട് ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മന്ത്രി KN ബാലഗോപാലിന്റെ മണ്ഡലമാണ് കൊട്ടാരക്കര. 2021 68,770 വോട്ട് പിടിച്ച് KN ബാലഗോപാൽ ജയിച്ച മണ്ഡലമാണ് അവിടെ. INC ആണ് തൊട്ടുപിറകില്. പക്ഷേ INC ആണ് തൊട്ടുപിറകിൽ 10,000 വോട്ടിന്റെ വിജയം മാത്രമേ, മാർജിൻ ഓഫ് വിക്ടറി മാത്രമേ അവിടെ KN ബാലഗോപാലിനുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ 2011 എടുത്ത് നോക്കുമ്പോൾ BJPക്ക് വെറും 6,370 വോട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് 2011. 2016 വരുമ്പോൾ BJP 3ാം സ്ഥാനത്താണെങ്കിലും രാജേശ്വരി രാജേന്ദ്രനെ വച്ച് അവിടെ 11% വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 24,062 വോട്ട്. 2021 വരുമ്പോൾ വയക്കൽ സോമൻ 21,223 വൈക്കൽ സോമൻ 21,233 വോട്ട് അദ്ദേഹം അവിടെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. 3ാം സ്ഥാനത്താണ്. കൊട്ടാരക്കര നമുക്ക് പ്രതീക്ഷ വയ്ക്കേണ്ടതില്ല എന്ന് തോന്നുന്നു, അല്ലേ? അല്ല, ഇത്തവണ കൊട്ടാരക്കര അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, കൊട്ടാരക്കര നഗരസഭയിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു 5 സീറ്റ് കിട്ടി. അതാണ് ഒന്ന്. അപ്പൊ അവിടെ ഭരിക്കുന്നത് LDF തന്നെയാണ്. LDFന് കഴിഞ്ഞ അപ്രമാദിത്വം നിലനിർത്താൻ കഴിഞ്ഞില്ല. അവിടെ അവർക്ക് 17 സീറ്റാണ് കിട്ടിയത്. കോൺഗ്രസിനും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. BJPക്കാൾ ഒരു സീറ്റ് ആകൊണ്ട് കൂടുതലേ ഉള്ളൂ നഗരസഭയിൽ. അവിടെയാണ് BJP മത്സരം എന്ന് പറഞ്ഞാൽ KN ബാലഗോപാലും ഐഷ പോറ്റിയും തമ്മിലാണ്. അല്ല, അവിടത്തേക്കാണ് ഞാൻ വരുന്നത്. ഈ കൊട്ടാരക്കരയ്ക്ക് പ്രത്യേകത ഉണ്ട് പക്ഷേ അവിടെ ഈ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ അവിടെ സീറ്റ് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് പണ്ട് തൊട്ടേ, ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന നേതാക്കളുണ്ട്. അവിടെ പണ്ട് തൊട്ടേ തന്നെ അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച് കുപ്പായം തയ്ച്ച് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെയാണ് ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇന്നലെ വരെ ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഐഷ പോറ്റി ഇങ്ങോട്ടേക്ക് വരുന്നു. ആ വരുമ്പോഴത്തേനും അത് കോൺഗ്രസിനകത്ത് അവർ എത്രത്തോടെ ഉൾക്കൊള്ളുമെന്നുള്ള കാര്യം സംശയമാണ്. ഇതേപോലത്തെ ഒരു പ്രശ്നം BJPയിലും ഉണ്ട്. പക്ഷെ BJPയിൽ അത് അത്ര എഫക്ട് ചെയ്യില്ല. കാരണം BJPക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്ന രശ്മിയാണ്. രശ്മി കഴിഞ്ഞ തവണ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കര മത്സരിച്ച അന്ന് അവർ 54,000 വോട്ട് പിടിച്ചു. അപ്പം ഈ രശ്മിക്ക് തന്നെയാണ് ഇപ്രാവശ്യം ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രശ്മിയുടെ ഒപ്പം BJP അവിടെ ശക്തമായി നിൽക്കാമെങ്കിൽ, നന്നായി വർക്ക് ചെയ്യാമെങ്കിൽ 2ാം സ്ഥാനത്ത് വരാൻ സാധ്യത ഏറെയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ 2 ഫാക്ടർ അവിടെ നിൽപ്പുണ്ട്.
ഒന്ന്, ഈ ഐഷ പോറ്റിയോട് പാർട്ടി കോൺഗ്രസിനകത്ത് ഉള്ള ഒരു മുറിമുറുപ്പ് വളരെ ശക്തമാണ്. കാരണം അവിടെ നമുക്കറിയാം, അതിനകത്ത് അവരൊക്കെ ചോദിക്കുന്നത് ന്യായമായിട്ടുള്ള സീറ്റ് തന്നെയാണ്. അത് തെറ്റു പറയാൻ കഴിയില്ല അതിനകത്ത്. കാരണം അവർ അതിനും മാത്രം കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള കുറെ നേതാക്കളുണ്ട് അവിടെ. അപ്പൊ അവർക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ള ഒരു പ്രശ്നം. പിന്നെ ആർ രശ്മി വരുന്നു. ആർ രശ്മി പണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് നിന്ന് ബാലഗോപാലായിട്ട് മത്സരിച്ച് 54,000 വോട്ട് പിടിച്ചതാണ്. അപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ ഒരു വിമത വിഭാഗത്തിന്റെ വോട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ വോട്ടും ബി.ജെ.പിയുടെ വോട്ടും പിടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് എത്തും. കാരണം ഇപ്പോഴത്തെ ഒരു പാർട്ടിയാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി.ജെ.പിക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ ഈ കൊട്ടാരക്കര നഗരസഭയിലടക്കം കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ ബി.ജെ.പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് മണ്ഡലമൊന്നും അല്ല കൊട്ടാരക്കര. പക്ഷെ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിയും. ഇനി കരുനാഗപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ബഹുരസമാണ്. 2016 അവിടെ ആർ രാമചന്ദ്രനാണ് ജയിച്ചത് CPI-യുടെ. CR മഹേഷാണ് രണ്ടാമതെത്തിയത്. പക്ഷേ 2021 ആയപ്പോൾ നേരെ തിരിഞ്ഞു. CR മഹേഷ് അവിടെ ജയിച്ചു, INC-യുടെ. ആർ രാമചന്ദ്രൻ രണ്ടാമതായി. പക്ഷേ CR മഹേഷ് അവിടെ ജയിച്ചത് 29,208 വോട്ടിനാണ്. അയാൾ പിടിച്ച മൊത്തം വോട്ട് എത്രയാണെന്ന് പറയുന്നത് 94,225 വോട്ടാണ് പിടിച്ചത്. 1 ലക്ഷം വോട്ടിന്റെ 6,000 വോട്ട് കുറവ്. അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ബി.ജെ.പിക്ക് വലിയ BT സുധീറാണ് നിൽക്കുന്നത്. ബി.ജെ.പിക്ക് അവിടെ വലിയ വോട്ടിംഗ് ഇല്ല. 12,144 വോട്ടേ ഉള്ളൂ. അതിന് മുമ്പ് അത് BDJS-ന്റെ മണ്ഡലമായിരുന്നു. V സദാശിവനായിരുന്നു അവിടെ നിന്നിരുന്നത്. പക്ഷെ അപ്പോൾ 19,115 വോട്ട് അവിടെ BDJS പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ 2011 നോക്കണ്ട, 5,000 വോട്ടുകൾ മാത്രം BJP ഉള്ളൂ. 4ാം സ്ഥാനത്തായിരുന്നു. സുഡാപ്പികൾക്ക് നല്ല സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ INC-ക്ക് ഇത്തവണ ഒരു മുസ്ലിം ചായ്വ്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം പൂർണ്ണമായിട്ടും കോൺഗ്രസിലേക്ക് ചാഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ INC-നെ അവിടെ വിജയിക്കാനുള്ള സാധ്യതയില്ലേ ഇപ്പോഴും? ഈ മഹേഷിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷിന്റെ പ്രതികാരം എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ തലക്കെട്ട് കൊടുത്തത്. അതായത് അദ്ദേഹം ഒരു പാവം ചെറുക്കൻ, അതായത് ഒരു സാധാരണപ്പെട്ടവനാണ്. പിന്നെ ഈ അവിടുത്തെ തല്ലുകൊള്ള മീൻസ് CPM-മാരൊക്കെ ഒരുപാട് മർദ്ദനത്തിനൊക്കെ ഇരയാക്കിയ ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു സാധാരണപ്പെട്ട ചെറുക്കൻ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് പലവട്ടം കോൺഗ്രസ് തഴയപ്പെട്ട ഒരു നേതാവാണ്. അവസാനം കോൺഗ്രസ് തലക്കൊഴിഞ്ഞു കൊടുത്ത സീറ്റാണ്. തോറ്റു തുന്നമ്പാടും നീ പൊക്കോ നശിച്ചു പോകുമെന്ന് പറഞ്ഞു കൊടുത്ത സീറ്റിലാണ് ഈ മഹേഷ് വലിയ വിജയം നേടുന്നത്. ധനുഷ് പറഞ്ഞത്, ധനുഷിന്റെ കണക്കൂട്ടൽ വളരെ ശരിയാണ്. മൈനാക ഒരു പ്രോപ്പർ എന്താ പറയുന്ന SDPI നമ്മുടെ PDP അതിനുള്ള BDP-യുടെ ഒക്കെ കേന്ദ്രമാണ്. BDP-യുടെ സ്ഥലമാണത്. അതാണ് ഈ മൈനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കരുനാഗപ്പള്ളിയുടെ മൈനാഗപ്പള്ളിയിലാണ് നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ യത്തീംഖാനയും അവിടെയാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാന മന്ദിരം. അപ്പൊ അതുണ്ട്. പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട്, പഴയ NDF-കാരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുള്ള സ്ഥലമാണ്. അപ്പൊ ആ ഒരു വോട്ട് ഇതിലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ആ വോട്ട് മഹേഷിന് തന്നെയായിരുന്നു പോയത്. ഇത്തവണയും അത് ബൾക്കായിട്ട് പോകും. അവിടെ BJP അത്ഭുതം സൃഷ്ടിക്കും എന്ന് ഞാൻ പറയുന്നത്, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിന് ഞാൻ പറയുന്ന ഒരു കണക്ക്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ KS രാധാകൃഷ്ണൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നത്. ആ KS രാധാകൃഷ്ണൻ 34,000 വോട്ട് പിടിച്ച മണ്ഡലമാണ് കരുനാഗപ്പള്ളി. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ധനുഷ് നേരത്തെ പറഞ്ഞത് നിയമസഭയുടെ കണക്കാണ്, അതിനേക്കാൾ ബഹുദൂരം മുന്നിൽ പോയി KS അടക്കം വന്നപ്പോൾ. ഇപ്പൊ അവരോട് BJP അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന എനിക്കൊന്ന് ഈ ഇതിന്റെ IT സെല്ലിന്റെ ഏതോ ഒരു ചെറുപ്പക്കാരനെയാണ്. IT സെല്ലിന്റെ തലവനായിട്ട് കണ്ടിരുന്ന BJP-യുടെ യുവമോർച്ചയുടെ നേതാവായിട്ടിരുന്ന ഒരു ആളെയാണ് ജനത പുള്ളിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ജിതിൻ ദേവിന് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ ഈ പറയുന്ന കരുനാഗപ്പള്ളി കഴിയും. അതായത് കൊല്ലത്ത് 3 മണ്ഡലങ്ങൾ, ആ 3 മണ്ഡലങ്ങൾ ചാത്തന്നൂര്, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി. അതിൽ ചാത്തന്നൂർ വിജയപ്രതീക്ഷയുണ്ട്. കൊട്ടാരക്കര ഒരുപക്ഷെ 2ാം സ്ഥാനത്തെത്താം. കരുനാഗപ്പള്ളിയിൽ വോട്ട് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം. ഇതാണ് കൊല്ലം ജില്ലയിലുള്ള 3 മണ്ഡലം. നമ്മൾ ഇന്ന് 5 മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന് 3 ആയി. അങ്ങനെ ടോട്ടൽ ഇപ്പൊ 8 മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോവാം. അടുത്ത നമുക്ക് പത്തനംതിട്ടയിലോട്ട് പോകും. പത്തനംതിട്ട നമ്മുടെ സ്റ്റാർ മണ്ഡലം ആറന്മുള, നമ്മുടെ വീണ ജോർജ് നിന്ന് ജയിക്കുന്ന മണ്ഡലം, ജയിച്ചു കഴിയുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാവുന്ന മണ്ഡലം, വീണ ജോർജ് അടക്കി വാഴുന്ന മണ്ഡലം എന്നൊക്കെ പറയുമെങ്കിലും വീണ ജോർജിന് ഇവിടേക്ക് പോവുകയാണെങ്കിൽ 2011 BJP-ക്ക് 10,000 വോട്ടുണ്ടായിരുന്ന മണ്ഡലമാണ് അത്. അവിടെ ആ സമയത്ത് INC ആയിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. K. ശിവദാസൻ നായരാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ 2016 വന്നപ്പോൾ BJP-യുടെ MT രമേശ് അവിടെ മത്സരിക്കാൻ വന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ BJP-ക്ക് വോട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ റെഡിയാണെന്നുള്ളതാണ്. MT രമേശ് 37,906 വോട്ട് പിടിച്ചു, 38,000 അടുപ്പിച്ച് വോട്ട് പിടിച്ചു. 23% വോട്ട് ഷെയറാണ് അവിടെ MT രമേശിന് കിട്ടിയിരിക്കുന്നത്. INC-യുടെ ശിവദാസൻ 2ാമത് പോയി. അങ്ങനെ വീണ ജോർജ് അവിടെ കയറി ജയിച്ചു. വീണ ജോർജ് അവിടെ ജയിക്കുന്നത് വെറും 7,646 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അതിനുശേഷം 2021 BJP സ്ഥാനാർത്ഥിയെ മാറ്റി.
ബിജു മാത്യു എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഇട്ടത്. കുറഞ്ഞു, 21,099 വോട്ടായി. അപ്പോഴും വീണ ജോർജ് വിജയിച്ചു. വീണ ജോർജ് 19,000 വോട്ടായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അവിടെ. ഇത്തവണയും വീണ ജോർജ് തന്നെയാണ് നിൽക്കുന്നത്. INC-യുടെ അബിൻ വർക്കിയാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു ഓർത്തഡോക്സ് സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അബിൻ വർക്കിയെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എബിൻ വർക്കി അവിടെ നിർത്തിയതിൽ INC-ക്കകത്ത് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി വേറെയാണ്. അപ്പോൾ ആറന്മുളയിൽ ഇത്തവണ വീണ ജോർജിനെയാണ് നിർത്തിയിരിക്കുന്നത്. INC അബിൻ വർക്കിയെ നിർത്തുമ്പോൾ BJP അവിടെ ഏത് സ്ഥാനാർത്ഥി, കാരണം അവിടെ നമുക്ക് നല്ല സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ BJPക്ക് കയറി വരാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ ആര് നിർത്തുമെന്ന് അറിയില്ല. ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ പോകുന്നു. നല്ല മണ്ഡലങ്ങളെല്ലാം ഞങ്ങൾ ഘടകകക്ഷികൾക്ക് കൊടുക്കും. അതാണ് BJP-യുടെ ഒരു VDJS ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇനിയിപ്പോ ലിസ്റ്റ് വന്നിട്ടില്ല, അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം ആയിട്ടില്ല. എന്താണ് നമ്മുടെ ആറന്മുളയിലെ സ്ഥിതി? ആറന്മുളയില് എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിലെ BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വളർച്ചയുള്ള വളക്കൂറുള്ള മണ്ണാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഞാൻ പറഞ്ഞത്, BJPക്ക് അല്ല. അവിടെ സംഘത്തിൻ്റെതായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് മാത്രവുമല്ല ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് BJPക്ക് ഒരു അടിത്തറ പാകിയ ഒരു സമരമായിരുന്നു ആറന്മുളയിൽ വിമാനത്താവള സമരം. ശ്രീമാൻ കുമ്മനം രാജശേഖരൻ മാസങ്ങളോളം നടത്തിയ സമരം. അങ്ങനെ ഒരുപാട് സമരങ്ങളിലൂടെ കയറി വന്നിട്ടുള്ള ഒരു ഇടമാണ് ആറന്മുള എന്ന് പറയുന്ന സ്ഥലം. അവിടെ ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നല്ലൊരു സ്ഥാനാർത്ഥിയും നല്ല പ്രവർത്തനവുമാണെങ്കിൽ അത്യാവശ്യം നല്ല വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. കാരണം അവിടെ ഉറച്ച കേഡർ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. ആ കേഡർ വോട്ടുകൾ കിട്ടണമെങ്കിൽ ഏത് വോട്ടുകളും നമുക്ക് സാംശീകരിക്കണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥി, ഒരു ക്യാപ്റ്റൻ വേണം. എന്നാൽ മാത്രമേ കപ്പൽ ഉലയാതിരിക്കൂ, ഇല്ലെങ്കിൽ കപ്പൽ ഉലയും. അപ്പോ അത് വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്യാപ്റ്റൻ കപ്പൽ ഉലയുകയില്ല സാർ എന്ന് പറഞ്ഞ നിനക്ക് നല്ല ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ കപ്പൽ ഉലയുകയില്ല, നല്ല ക്യാപ്റ്റൻ അല്ലെങ്കിൽ കപ്പൽ ഉലയുക തന്നെ ചെയ്യും. അവിടെ ഇപ്പോൾ കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം BJP നേരിട്ടിരുന്നു. അതിന്റെ ഒരു ഫലം ആ റിസൾട്ടിൽ കണ്ടിരുന്നു. 21,000 വോട്ട്. അത് ഓർത്തഡോക്സ് സഭയുടെയോ മറ്റോ സഭക്കാരുടെ എന്തോ ഒരു പ്രഷറിലാണ് ആ സീറ്റ് കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പകരം വീണ ജോർജിനെ ജയിപ്പിക്കാൻ മാത്രമേ അത് ഉപകരിച്ചു എന്നുള്ള കാര്യമാണ് മറ്റൊരു കോമഡി അതിനകത്ത്. ഏതായാലും ഇത്തവണ ആർക്കത് കൊടുക്കുമെന്ന് അറിയില്ല. BJPക്ക് ഒരുപക്ഷെ ND രമേശിനെയോ ശ്രീമാൻ കുമ്മനം രാജശേഖരനൊക്കെ മത്സരിപ്പിച്ചാൽ ഒരു വലിയ സാധ്യത അവിടെ ഉണ്ട്. വലിയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല ND രമേശിനെ പോലൊരു സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജിന് ബദലായിക്കൊണ്ട് ഒരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ സൃഷ്ടിച്ചെടുക്കാൻ BJPക്ക് ഈസി ആയിട്ട് കഴിയുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. അതിനിപ്പോ എന്താകും അറിയില്ല. അത് BJPക്കാരുടെ എന്താണെന്ന് അറിയില്ല. ഇതുവരെ ലിസ്റ്റ് നമ്മൾ ഈ സംഭവം എടുക്കുമ്പോൾ ഇതുവരെ നമ്മൾ ആ ലിസ്റ്റ് വന്നിട്ടില്ല. ഇലക്ഷൻ ഇങ്ങ് പടിവാതിൽക്കലെത്തി, എന്നിട്ടും അവര് അല്ല ചിലപ്പോൾ ഇന്നും നാളെയൊക്കെ വരും. കാരണം അതവർക്ക് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പ്രശ്നം ഇത് നിൽക്കുന്നുണ്ട്. ഇനി അടുത്തതൊക്കെ നമ്മൾ വരുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല. തിരുവല്ലയിൽ എന്ന് പറഞ്ഞാൽ BJPക്ക് കാലാകാലങ്ങളിൽ എനിക്ക് തോന്നുന്നത്, ഞാനൊക്കെ ഈ സംഘടനാ പ്രവർത്തനം നടന്ന സമയത്ത് തന്നെ ഒരു മെമ്പറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അന്ന് തന്നെ അതിന് കാലാകാലങ്ങൾ അന്നിട്ട് ഈ പതുക്കെ പതുക്കെ വളർന്നു വരുന്ന ഒരു ഏരിയയാണ്. അത് ഒരുപാട് ഹൈന്ദവ സംഘടനകളുണ്ട്. ഹിന്ദു വോട്ടുകൾ മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. അവിടെ കുറച്ചൊക്കെ BJP ഒരുപാട് സ്ഥലത്ത് ഒരു പച്ചപിടിച്ച് വന്നിട്ടുള്ള ഒരു ഇടം കൂടിയാണ്. അത് ഉറച്ച കേഡർ വോട്ടുള്ള ഒരു ഇടമാണ് ഈ തിരുവല്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവിടെ അനൂപാലിനി ആയിരുന്നു മത്സരിക്കാനിരുന്നത്. അനൂപാലിനി അതിനുവേണ്ടിയിട്ടുള്ള വർക്കുകൾ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ ഇലക്ഷൻ ഇതണക്ക് പ്രഖ്യാപിച്ചൊക്കെ കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോയി അമ്പലപ്പുഴ മത്സരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവസാന നിമിഷത്തിൽ അമ്പലപ്പുഴ വന്ന സ്ഥാനാർത്ഥിയായിരുന്നു അനൂപാലിനി. കാരണം ഒരു സ്ഥാനാർത്ഥി അവിടെ വർക്ക് ചെയ്യുന്നു, അയാൾ അവിടുത്തെ ബേസ് ഉണ്ടാക്കി വെക്കുന്നു, അതിനുശേഷം അയാളടുത്ത് പറയുന്നു പോയി മത്സരിച്ചുള്ളൂ. ആ അനൂപാലിനിയാണ് ഇപ്രാവശ്യം അവിടെ മത്സരിക്കാൻ വരുന്നത്. അവിടെയും വലിയ രീതിയിൽ തന്നെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല. കാരണം ഇതിവിടെ BJPക്ക് ബേസ് വോട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞത് ശബരിമല പ്രക്ഷോഭ കാലത്ത് സുരേന്ദ്രൻ കൂടെയാണ് ശരിക്കും പറഞ്ഞ പത്തനംതിട്ടയുടെ ഹൃദയത്തിലേക്ക് ഈ BJP കയറുന്നത്. K. സുരേന്ദ്രനിലൂടെയാണ്. ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെ നായകനായിരുന്നല്ലോ അദ്ദേഹം. അപ്പോ അദ്ദേഹം എന്താണ് മോദി തന്നെ പറഞ്ഞില്ലേ, ബെഡാ ഫൈറ്റർ എന്നാണ് സുരേന്ദ്രനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ നിൽക്കുന്ന ഒരു ഇമേജ്, ആ ഒരു ഇമേജ് വെച്ചിട്ട് സുരേന്ദ്രനെ കോന്നി മത്സരിക്കുന്നത്. ധനുഷിന് ഓർമ്മയുണ്ടാകും സുരേന്ദ്രൻ ട്രെയിനിൽ കോന്നിയിലേക്ക് മത്സരിക്കാൻ വരുന്നതും 2 മണ്ഡലങ്ങളിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ഹെലികോപ്റ്റർ മറക്കാൻ പറ്റുമോ? ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, വലിയ ഒരു ഓളമായിരുന്നു. ആ ഒരു വരവില് സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു. അത് ഒരു കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ മാത്രം വോട്ടുകൾ ഉണ്ടായിരുന്ന കോന്നിയും റാന്നിയും നമുക്ക് ഇവിടെ കോന്നി അടൂർ പ്രകാശിന്റെ തട്ടകമായിരുന്ന ഇടം, ഇവരുടെ LDF-നും ശക്തമായ പോക്കറ്റുകളുള്ള ഇടം, അതായത് BJPയുടെ ഒരു കൊടി പോലും ഇടാൻ പറ്റാത്ത ഒരുപാട് ഇടങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ സുരേന്ദ്രൻ വന്നത് മാറ്റിമറിച്ച് BJPക്ക് ഒരു ഹോൾഡ് ഉണ്ടാക്കി. ആ പത്തനംതിട്ട BJP വലിയ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ജില്ലയാണ്. കാരണം അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ അനിൽ ആന്റണിയാണ് അവിടെ മത്സരിക്കുന്നത്. അനിൽ ആന്റണി മത്സരിച്ചപ്പോൾ നരേന്ദ്രമോദി വന്ന് പ്രചരണം നടത്തിയ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട.
കാരണം അവിടെ BJP-യുടെ കണക്കൂട്ടൽ പ്രകാരം അങ്ങനെ ഇപ്പൊ തിരുവനന്തപുരമോ അല്ല പാലക്കാടോ പോലെ ഒരു ശക്തമായ മണ്ഡലമോ തൃശ്ശൂരോ പോലെ ഒന്നുള്ള ശക്തമായ മണ്ഡലം അല്ല പത്തനംതിട്ട. എന്നിട്ട് പോലും ശ്രീമാൻ നരേന്ദ്രമോദി അവിടെ വരികയും പ്രചരണം നടത്തുകയൊക്കെ ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ അവരുടെ കേന്ദ്ര നേതൃത്വം വലിയ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ പലരെയും ഇപ്പൊ പ്രഖ്യാപിച്ച 2-3 പേരൊന്നും വലിയ പിടുത്തമൊന്നുമുള്ള സ്ഥാനാർത്ഥികളൊന്നും അല്ല അവിടെ മത്സരിക്കുന്നതൊക്കെ. ഞാൻ അതാ പറഞ്ഞത്, നല്ല സ്ഥാനാർത്ഥികൾ ഒന്നുകിൽ ജനകീയരായിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കണം. ഇത് രണ്ടുമല്ലെന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടില്ല. ജനം പൊട്ടന്മാരല്ല. ആദർശത്തിൽ വരുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞൊരു ഉറച്ച കേഡർ വോട്ടുകളുണ്ട്. ആ കേഡർ വോട്ടുകൾക്ക് അപ്പുറം ജനത്തിന്റെ എന്താണ് BJP-ക്ക് പറഞ്ഞത് വോട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-ക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്യൂ. അതൊരു സൈക്കോളജിയാണ്. ആ സൈക്കോളജി മാറ്റാൻ നമുക്ക് കഴിയില്ല. കുറ്റിച്ചൂലിനെയൊക്കെ നിർത്തി വിജയിപ്പിച്ചെടുക്കാൻ ഇപ്പൊ CPM-ന് പോലും കഴിയാറില്ല. പണ്ട് പറ്റുമായിരുന്നു. CPM-ന് ഇപ്പൊ മാരാരിക്കുളം, ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം ഒക്കെ ഉണ്ട്. ഇപ്പൊ ആ മണ്ഡലം ഇല്ല ആലപ്പുഴയെ. ആ മാരാരിക്കുളത്തൊക്കെ കുറ്റിച്ചൂര് നിന്നാലും ചെയ്യും. പക്ഷെ അവിടെ ES തോറ്റുപോയി കേട്ടോ. ES തോപ്പിച്ചവര് അത് വേറെ, അത് പാർട്ടി വെച്ചപ്പോ ES തോറ്റു. ജയിപ്പിക്കാൻ ചെയ്യാം. അതാണ് മോസ്കോ വാർഡിലൊക്കെ പറഞ്ഞ വാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജയിപ്പിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ പല പാർട്ടിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. നല്ല സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ കോന്നിയിലും അത്യാവശ്യം 10-30,000 വോട്ടെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയും. ഒപ്പം തന്നെ അവർ ഗ്രാജുവലി വളർന്നു വരുന്ന മറ്റൊരു മണ്ഡലമാണ് അടൂര്. ഏതായാലും നമുക്കിപ്പം ഈ കോന്നിയിലെയും റാന്നിയിലെയും അടൂരിലെയും കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് അവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന 2 മണ്ഡലങ്ങൾ ആണ്. അതിൽ ഒന്ന് ഈ പറയുന്ന ആറന്മുളയാണ്. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ട്, വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. മറ്റൊന്ന് തിരുവല്ലയാണ്. അനൂപ് ആന്റണി അത്യാവശ്യം ഹോൾഡറുള്ള ഒരു ഏരിയയാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അനൂപിനെ അറിയാവുന്ന ഒരു ഏരിയയാണ്. രണ്ടാമത്തെ കാര്യം ബേസ് വോട്ടുള്ള സ്ഥലമാണ്. അവിടെയും ഒരു വലിയ മുന്നേറ്റം നടത്താനായിട്ട് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഈ 6 മണ്ഡലങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. 3 കൊല്ലത്ത് പറഞ്ഞു കഴിഞ്ഞു, 3 പത്തനംതിട്ട പറഞ്ഞു. ഇതോടുകൂടി 6, 5, 11 മണ്ഡലങ്ങൾ BJP ജയിക്കുകയോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയോ സാധ്യതയുള്ള 11 മണ്ഡലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വെറും 3 ജില്ലകൾ മാത്രമേ ഇപ്പൊ നമ്മുടെ അനാലിസിസിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. നാളെ അടുത്ത ദിവസങ്ങൾ തൊട്ട് നമ്മൾ കൂടുതൽ ജില്ലകളിലേക്ക് പോകുമ്പോൾ ഇത് എത്രത്തോളം എത്തും എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാം. ധനുഷ് പറഞ്ഞു, നമുക്ക് 30-ൽ എത്തുമോ അതോ 30-ന് മുകളിൽ പോകുമോ 30-ന് താഴെ എത്തുമോ എന്നൊക്കെ ഉള്ളത് അവസാന നിമിഷത്തിൽ നമുക്ക് അറിയാൻ കഴിയും.